നമസ്കാരം. പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിൽക്കുന്ന അഗ്നിപർവ്വതം പോലെ തന്നെയാണ് ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥ. കേവലം ഒരു നിമിഷം മതി ലോകം മുഴുവൻ കത്തിച്ചാമ്പലാണ്. ഇസ്രായേലിനെ ആക്രമിക്കാൻ മുതിർന്നാൽ ഇറാൻ ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള പ്രത്യാഘാതങ്ങളും തിരിച്ചടിയും നേരിടേണ്ടി വരുമെന്ന് ഉറപ്പാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കർശന മുന്നറിയിപ്പ് കൂടി പുറത്തു വന്നതോടെ ലോകം പൊട്ടിത്തെറിയുടെ വക്കിലെത്തിക്കഴിഞ്ഞു എന്ന കാര്യം ഉറപ്പായി. ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിൽ സംസാരിക്കവെയാണ് നെതന്യാഹു ഭീഷണി പ്രഖ്യാപനം നടത്തിയത്. ഏത് സാഹചര്യവും നേരിടാൻ രാജ്യം സുസജ്ജമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏതൊരു പ്രകോപനത്തിനും അതിശക്തമായ ഭാഷയിലായിരിക്കും മറുപടി നൽകുക എന്നും നെതന്യാഹു വ്യക്തമാക്കി. മേഖലയിൽ സംഘർഷം പുകയുന്നതിനിടെ ഇസ്രായേൽ പ്രതിരോധം ശക്തമാക്കിയതായും ശത്രുക്കളുടെ ഏത് നീക്കവും പരാജയപ്പെടുത്താൻ തങ്ങളുടെ സൈന്യത്തിന് കരുത്തുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ അമേരിക്ക ആണവ ചർച്ചകളടക്കം തീരുമാനമാകാതെ നീളുന്ന സാഹചര്യത്തിൽ വീണ്ടും ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുകൾക്കിടയിലാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപനം എന്നത് ശ്രദ്ധേയമാണ്. ഇസ്രായേലിനെതിരെ ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ അന്തരീക്ഷം വീണ്ടും കടുത്ത സംഘർഷഭരിതമായി. ഇസ്രായേൽ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ ഏത് സാഹചര്യവും നേരിടാൻ രാജ്യം സുസജ്ജമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. ഈ പ്രസ്താവന ഇസ്രായേൽ ഇറാൻ ബന്ധത്തിലെ ദീർഘകാല വൈരത്തിനും പ്രാദേശിക ശക്തി സമവാക്യങ്ങൾക്കും പുതുചൂടേകുന്നതാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ശത്രുത ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇറാന്റെ ആണവ പദ്ധതി, സിറിയയിലെയും ലെബനിലെയും ആയുധ സാന്നിധ്യം, ഹിസ്ബുള്ള പോലെയുള്ള ഇറാൻ അനുകൂല സായുധ സംഘടനകൾ എന്നിവയെ ഇസ്രായേൽ ദേശീയ സുരക്ഷയ്ക്കുള്ള നേരിട്ടുള്ള ഭീഷണിയായി കണക്കാക്കുന്നു. മറുവശത്ത് പലസ്തീൻ വിഷയത്തിലും മേഖലയിൽ അമേരിക്കൻ സ്വാധീനത്തിലും ഇസ്രായേലിന്റെ നിലപാടുകളെ ഇറാൻ കടുത്ത വിമർശനത്തോടെയാണ് കാണുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഒരു നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്ന ആശങ്ക ലോകശക്തികളെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന വിഷയമായി മാറിയിരിക്കുകയാണ്. ഇതിലേക്കാണ് അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയം കൂടി കലരുന്നത്. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ കാലത്ത് അമേരിക്ക മാക്സിമം പ്രഷർ നയമാണ് ഇറാനെതിരെ സ്വീകരിച്ചത് അല്ലെങ്കിൽ സ്വീകരിച്ചു വരുന്നത്. 2015 ഇറാൻ ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറുകയും കർശന സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇതിലൂടെ ഇസ്രായേലുമായി ട്രംപ് ഭരണകൂടം കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിച്ചു. അതേസമയം അറബ് രാജ്യങ്ങളുമായുള്ള അബ്രഹാം കരാറുകൾ വഴി ഇസ്രായേലിന്റെ പ്രാദേശിക അംഗീകാരം വർദ്ധിപ്പിക്കാൻ ട്രംപ് ശ്രമിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ സംഘർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ ട്രംപിന് ഇതിൽ രാഷ്ട്രീയ നേട്ട സാധ്യതയുണ്ട്. ഒന്നാമതായി, റിപ്പബ്ലിക്കൻ വോട്ടർമാരിൽ ശക്തമായ ഇസ്രായേൽ അനുകൂല നിലപാട് നിലനിൽക്കുന്നു. ഇറാനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്നത് ശക്തനായ നേതാവ് എന്ന പ്രതിച്ഛായ ട്രംപിനെ ശക്തിപ്പെടുത്താൻ സഹായിക്കും. രണ്ടാമതായി, മിഡിൽ ഈസ്റ്റിൽ സംഘർഷം രൂക്ഷമാകുമ്പോൾ ദേശീയ സുരക്ഷയും ഭീകരവാദവും അമേരിക്കൻ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുഖ്യ വിഷയങ്ങളാകും. ഇതിലൂടെ ആഭ്യന്തര സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള അവസരം ലഭിക്കും. എന്നാൽ അപകട സാധ്യതയും ഇതേ സമയം നിലനിൽക്കുന്നുണ്ട്. ഒരു വലിയ യുദ്ധം എണ്ണവില ഉയരാൻ ഇടയാക്കും. ഇത് ആഗോള സാമ്പത്തിക അവസ്ഥയെ ബാധിക്കും. അമേരിക്ക നേരിട്ട് ഇടപെട്ടാൽ യുദ്ധ ചെലവും സൈനിക ഇടപെടലും ആഭ്യന്തര രാഷ്ട്രീയത്തിൽ തിരിച്ചടിയാകും. അമേരിക്കൻ ജനത നീണ്ട യുദ്ധങ്ങളിൽ നിന്നും ക്ഷീണിച്ചിരിക്കുകയാണ്. അതിനാൽ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നതിലും നിയന്ത്രിക്കുന്നതിലും സൂക്ഷ്മത അനിവാര്യവുമാണ്. ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചാൽ അതിന്റെ പ്രത്യാഘാതം മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ആഗോള രാഷ്ട്രീയത്തിലും പ്രതിഫലിക്കും. അമേരിക്ക ഇറാൻ ബന്ധം കൂടുതൽ വഷളാവുകയും റഷ്യയും ചൈനയും പോലുള്ള ശക്തികൾ പ്രാദേശിക സമവാക്യങ്ങളിൽ കൂടുതൽ ഇടപെടുകയും ചെയ്തേക്കാം. ഈ സാഹചര്യത്തിൽ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് വെറും വാക്കുകളല്ല, അത് ശക്തി സമതുലിതാവസ്ഥയെ പരീക്ഷിക്കുന്ന സന്ദേശമാണ്. സമഗ്രമായി നോക്കുമ്പോൾ ഇസ്രായേൽ ഇറാൻ സംഘർഷം പ്രാദേശിക ശത്രുതയുടെ ഫലം മാത്രമല്ല, അത് ആഗോള ശക്തികളുടെ രാഷ്ട്രീയ തന്ത്രങ്ങളുമായി ചേർന്ന് സങ്കീർണമായ ഒരു സമവാക്യമായി മാറിയിരിക്കുകയാണ്. ട്രംപിന്റെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ ഇതിലൊരു ഘടകമാകുമ്പോഴും യഥാർത്ഥ പരീക്ഷണം മിഡിൽ ഈസ്റ്റിന്റെ ഭാവിയെയും ലോകശാന്തിയെയും ബാധിക്കുന്നതായിരിക്കും.